ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച തേനീച്ച കർഷകൻ്റെ അടുത്താണ്. പേര് ബാബു മാത്യു. PM ഹണി ഫാം എന്ന ഈ ഫാം കോഴിക്കോട് ജില്ലയിൽ തോട്ടുമുക്കത്തിനടുത്ത് മരഞ്ചാട്ടി എന്ന പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം നമുക്ക് തേനീച്ച കർഷകനായ എങ്ങനെയാണെന്ന് തുടക്കം എന്ന് പറഞ്ഞു തരുമോ? ഞാൻ ചെറുപ്പകാലം മുതൽ തേനീച്ചനെ വളർത്തുന്നുണ്ടായിരുന്നു. ഇടക്കാലത്ത് പിന്നെ ജോലിയൊക്കെ ആയിട്ട് ഇടക്കാലത്ത് തേനീച്ചയ്ക്ക് രോഗം വന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ രണ്ടാമത് എപ്പോഴാണ് തുടങ്ങിയത്? രണ്ടാമത് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. കോവിഡ് കാലത്ത് പിന്നെ എണ്ണം കൂട്ടി. വെറുതെ ഇരുന്ന സമയത്ത് കൂടുതൽ എണ്ണം കൂട്ടി. അതുവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന നോർമലായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 10,000-ൽ പരം കൂടുകളുണ്ട്, 500-ൽ പരം ചെറുതേനീച്ച കൂടുകളുണ്ട്. വീട്ടിൽ കുടുംബം കൂടും. ഫാദറുണ്ട്, ഫാദർ തേനീച്ച കൃഷി സഹായിക്കാനൊക്കെ കൂടും. മോനും ഇപ്പോൾ ഉണ്ട്. അവന് ജോലി കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം ഒഴിവ് ടൈമുകളിൽ എന്നോടൊപ്പം കൂടും. ഇപ്പോൾ എൻ്റെ കൂടെ പ്രോസസ്സിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ കൂടുന്നുണ്ട്. പിന്നെ ഹോർട്ടി കൃഷി വകുപ്പിൻ്റെ സാമ്പത്തിക സഹായം, ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് PMFM സ്കീമിൽ ലോൺ അനുവദിച്ചിട്ടുണ്ട്. പ്ലാന്റ് നിർമ്മിച്ചിട്ടുണ്ട്. നല്ല നിലയ്ക്ക് ക്വാളിറ്റിയുള്ള തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും തേൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നല്ല വിപണനമുണ്ട്. ഉണ്ടാക്കുന്ന തേന് മൊത്തം ചിലവായി പോകുന്നുണ്ട്. തേന് എപ്പോഴാണ് നമ്മൾ എടുക്കാൻ തുടങ്ങുക? വർഷത്തിൽ മിക്കവാറും ഫെബ്രുവരി 10 കൂടി ഇവിടെ കാലാവസ്ഥയിൽ സാധാരണ തേൻ എടുക്കും. കൊല്ലം ഇച്ചിരി ഡിലേ ആയിരുന്നു. ഇവിടെ ഒരു 20 കൂടി ഫെബ്രുവരി 20 കൂടി തേൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 2ാം റൗണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല കാലാവസ്ഥയാണ്. മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഒരു പകുതിയോടുകൂടിയിട്ട് തേൻ ആഴ്ച തേൻ എടുക്കാൻ കഴിയും. ഒരു 10 ദിവസം കൂടുമ്പോൾ തേൻ എടുത്തു. മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേനും സീസൺ കഴിയും. പിന്നെ എപ്പോഴാണ് തുടങ്ങുക? പിന്നെ അടുത്ത ഫെബ്രുവരി. ഈ കാലയളവിൽ മഴക്കാലം വരുമ്പോൾ അതിന് തീറ്റ കൊടുത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. തീറ്റ കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചാൽ എന്തൊക്കെ കൊടുക്കുന്നുണ്ടാവും? തീറ്റ കൊടുക്കുന്നത് സാധാരണ പഞ്ചസാര ലൈനി, ഇവിടെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന പഞ്ചസാര ലൈനി കൊടുക്കാം. പിന്നെ കരിമ്പ് ജ്യൂസ് കഴിക്കും. പഞ്ചസാര ലൈനി. പിന്നെ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി പഞ്ചസാര ലൈനിയാണെങ്കിൽ അതിൽ മഞ്ഞൾപ്പൊടി, കറുവാപ്പട്ടയുടെ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് നമ്മളതിനെ വളർത്തുന്നത്. നിരന്തരം പരിചരണം ആവശ്യമുള്ളൊരു ആഴ്ചയിലൊന്നെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓരോ കൂടും വന്ന് നോക്കണം അല്ലേ? കൂടും വന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അതിൽ ഉറുമ്പൊക്കെ കയറി കഴിഞ്ഞാൽ വെച്ച് നഷ്ടപ്പെടും. പിന്നെ ഇവിടെ കേരളത്തിൽ ഭയങ്കര കടുത്ത കാലാവസ്ഥയാണല്ലോ മഴക്കാലം. മഴക്കാലത്തിന് എന്തെങ്കിലും പ്രത്യേക പരിചരണം അങ്ങനെ എന്തെങ്കിലും? മഴക്കാല പരിചരണമാണിത് കൂട്. അന്നേരം നമ്മൾ സൂപ്പറൊക്കെ ഇറക്കിയിട്ട് അടിത്തട്ടിൽ മാത്രം, ബ്രൂണറിൽ മാത്രം ഈച്ചനെ നിലനിർത്തും. മറ്റു തീറ്റ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും. അതൊരു പർട്ടിക്കുലർ സമയത്ത്, കൃത്യമായൊരു സമയത്താണ് നമ്മളതിന് കൊടുക്കാറില്ല. ഒരാഴ്ചയല്ല കൊടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു കൃത്യ ദിവസമായിരിക്കും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തിങ്കളാഴ്ച കൊടുക്കുന്ന കൂടുതൽ തിങ്കളാഴ്ച തന്നെ കൊടുക്കും. അച്ചടക്കമുള്ളൊരു ജീവിയാണ് തേനീച്ച. അപ്പം ക്വീൻ എക്സ്ക്ലൂഡർ വയ്ക്കുന്ന പറഞ്ഞാൽ അതെങ്ങനെയാണ്, എന്തിനാണ് ചെയ്യുന്നത്? അത് ക്യൂവിന് സീസൺ സമയത്ത് മുകളിലേക്ക് കയറി വരും. പുതിയ അട ഫോം ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് അത് മുകളിൽ കയറി മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേൻ വെക്കേണ്ട അറകളൊക്കെ അവർ മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ തേൻ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ സീസണിൽ മാത്രമേ പ്രശ്നമുള്ളൂ? സീസണിന് മാത്രമേ എക്സ്ക്ലൂഡർ വെക്കുള്ളൂ. എക്സ്ക്ലൂഡർ വെക്കാതെ ഇച്ചിരി വളർക്കാം. അല്ല, നമുക്ക് സൗകര്യത്തിന് വേണ്ടി, ജോലിക്ക് സൗകര്യത്തിന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടി ചെയ്യും. കേരള MSME ഫെസ്റ്റിലാണ് ആദ്യമായിട്ട് ബാബുവേട്ടനെ കാണുന്നത്. അവിടുന്ന് തേൻ കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചത്. തേൻ കുടിക്കാൻ തേനീച്ച ഒരു പൂവിൽ വന്നിരിക്കുമ്പോൾ തേനീച്ചയുടെ ദേഹത്ത് ആ പൂവിൻ്റെ പൂമ്പൊടി പറ്റിപ്പിടിക്കും. എന്നിട്ട് തേനീച്ച അടുത്ത പൂവിൽ ചെന്നിരിക്കുമ്പോൾ ആ പൂമ്പൊടി ആ പൂവിൽ വന്ന് സ്റ്റിഗ്മയിൽ കൂടെ ഓവറിയിലെത്തി പരാഗണം സംഭവിക്കും. ഈ തേനീച്ച ഏത് ജനസിൽപ്പെട്ടതാണ്? ഇത് ഇന്ത്യൻ ജനസിൽപ്പെട്ടതാണ്. വിദേശ ജനസൊന്നും ഇവിടെ വിജയിക്കില്ല. കാരണം കിളികൾ പിടിച്ചു. അതൊക്കെ ഇവിടെ പരീക്ഷ നോക്കിയത്. കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റാലിയൻ തേനീച്ചനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഫെയിലറായിട്ട് ഈ സ്പീഡില്ല. പറക്കുമ്പോൾ സ്പീഡ് കുറവും. വലുപ്പം കൂടുന്തോറും സ്പീഡ് കുറയും. അന്നേരം കിളികളുണ്ട്, ഭയങ്കര ഹൈ സ്പീഡിൽ പറക്കുന്ന കിളികളുണ്ട്. അത് പിടിച്ചിട്ട് 2-3 സൈസ് ഉണ്ട്. കരിഞ്ഞൊടിയിൽ അങ്ങനെ 2-3 വെറൈറ്റി ഉണ്ട്. കരിഞ്ഞൊടിയിൽ തേൻ ഉൽപ്പാദനം കൂടും. കുറച്ച് അക്രമ സ്വഭാവമുള്ള ഈച്ചകളാണ്. അക്രമ സ്വഭാവം ഉള്ളതാ. അവർക്ക് തേൻ ഉൽപ്പാദനം കൂടും. അത് കാണാമെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുപ്പമായിരിക്കും, കുറച്ച് കറുത്ത കളറുണ്ടാവും. നോക്കാൻ തിരിച്ചറിയില്ല. അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും.
ഇതിൽ തന്നെ ഒരു 2-3 വെറൈറ്റികൾ കാണാം. ഇതൊരു ഇച്ചിരി വലുപ്പം കൂടിയ വെറൈറ്റിയാണ്. ഇത് ചില പെട്ടിയിലെ ചില ചെറുപ്പം ഉണ്ടാവും. അത് 2 വെറൈറ്റിയാണ്. ഇതാണ് ഈച്ച. ഇതൊക്കെ വേലക്കാരി ഈച്ചകളാണ്, ഈ കലയുള്ളത്. ഇതാണ് ആണീച്ച. ആണീച്ച അല്ലേ? ബ്ലാക്ക് കളർ, ബ്ലാക്ക് കളറുള്ള ആണീച്ച അല്ലേ? ആണീച്ച. രാജ്ഞി എവിടെയാ ഉണ്ടാവുക? അത് അടിയത്തെ പെട്ടിയില്ല. അതെവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എടുക്കുമ്പോഴേ. ഇത് തന്നെ ഈച്ചകൾ. ഈ തേനെടുക്കാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ കുടഞ്ഞെടുക്കും. ഏട്ടൻ കൃഷി തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഞാൻ ചെറുപ്പം മുതലേ ചെയ്യുന്ന കാലത്തൊന്നും നിർത്തിയായിരുന്നു ജോലിയൊക്കെ ആയിട്ട്. എത്ര കാലം? എന്നാലും ഏകദേശം ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കും. 3-4 വയസ്സുള്ളപ്പം ചെയ്യുന്ന. വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു? ഇല്ല, സ്വന്തമായിട്ട് തുടങ്ങിയതല്ലേ? നല്ല ഇതിങ്ങനെ ഫീൽ ചെയ്തിരിക്കുന്നേ. പെട്ടിയിലെത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫുള്ളായിട്ടേ. എല്ലാ പെട്ടി ഒരേപോലെ ആവൂല. ഈ മൂടി വെച്ചിട്ടില്ല? ഏത് മൂടി വെച്ചതല്ലേ ഉണ്ടാവാ? ഇത് ഫുള്ള് മൂടി വെച്ചിട്ടുണ്ടാവും. നല്ല പ്ലെയിനായിട്ട് കംപ്ലീറ്റ് മൂടിയിട്ട് കാണിച്ചാൽ ഇതിങ്ങനെ എടുക്കുന്നുണ്ട്. സൈറ്റിലേക്ക് കൊണ്ടുപോകും അവിടെ കറക്കാൻ വേണ്ടിയിട്ട്. മറ്റേ കറക്കിയിട്ട് മെഴുക അതേപോലെ തന്നെ ഇവിടെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുപോകും. റാണിക്ക് പറക്കാൻ പറ്റുന്നുണ്ടാവോ? റാണി പറക്കുന്നല്ലേ? പറക്കുന്ന തന്നെയാ കൂടെ ഒഴിവാക്കി പോകുമ്പോഴേ റാണി പുറത്തേക്ക് പോകുള്ളൂ. അല്ലെങ്കിലാണ് ചേരാനെ പുറത്തിറങ്ങുള്ളൂ. ഉണ്ടായി ജനിച്ചൊരു 7 ദിവസം കഴിയുമ്പോൾ. ഇതിന് ബ്രൂഡ് ചേമ്പർ എന്നല്ല പറയാ? ഏതിനാ? ഈ അടിയിലുള്ള ബ്രൂഡ് ചേമ്പർ. മുകളിലത്തെ ഹണി ചേമ്പർ. ബ്രൂഡ് ചേമ്പറിൽ 6 അട ഉണ്ടാവും. ആ അടയാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇത് കണ്ടതാണ്. ഇങ്ങനെ സ്ഥിരം ഉണ്ടാവാറുണ്ടോ? സ്ഥിരം കുത്തും. അത് 10-50 കുത്തൊക്കെ കുത്തും. വേന വന്നില്ലേ? സ്ഥിരമല്ലേ? ഇതുണ്ടോ? ഏതാ? ഒരു വലിയ ഈച്ച ഉണ്ടോ? കണ്ടോ കാണുന്നുണ്ടോ? റെഡ് കളറിൽ കാണുന്നുണ്ടോ? കണ്ടു. ഫോട്ടോയിൽ കിട്ടുന്നുണ്ടോ? ആണ് റാണി. വലിപ്പം കൂടുതലുണ്ടാവും ബാക്കിൽ, ചോപ്പൊക്കെ കൂടുതൽ. കുത്തുന്ന ഈച്ച ചത്തു. നമ്മളിങ്ങനെ വെച്ചിട്ടാണ് ചത്തു. അത് ചത്തു. ഞാൻ വിചാരിച്ചു പിന്നീട് സ്റ്റിങ് വരുമെന്ന്. ഇല്ല, നഷ്ടമില്ലേ? ഈച്ചയ്ക്ക് തന്നെ 60 ദിവസമല്ലേ ആയുസുള്ളൂ. 60 ദിവസം ആയുസുള്ളൂ. തേനീച്ച സാധാ ഈച്ചയ്ക്കും മടിയനീച്ചയ്ക്കൊക്കെ ആണീച്ചയ്ക്കൊക്കെ 60 ദിവസമുള്ളൂ. റാണിക്ക് 3.5 വർഷം ആയുസുണ്ട്. 3.5 വർഷം. ഇതിന് ബേസ് കൊടുക്കണല്ലോ അടയ്ക്ക്? ബേസ് കൊടുക്കണം. ഫുള്ളായിട്ട് കൊടുക്കണ്ടാവില്ല? ഫ്രെയിമിൽ ഫുള്ളായിട്ട് ഇല്ല, അടിയിൽ നിന്ന് ഒരാടെ എടുത്തിട്ട് ഇങ്ങനെ ബേസ് ഇട്ടു. അല്ല, ഓരോ ബ്ലാക്ക് കളറിൽ നിൽക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ അവർ തന്നെ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അവിടെ നിന്ന് മുകളിലേക്ക് കൊണ്ട് ബേസ് കൊടുക്കും. അടിയിൽ നിന്ന് ഒരാടെ എടുത്തിട്ട് മുറിച്ചിട്ട് കൂട്ടിലിങ്ങനെ ലക്ഷക്കണക്കിന് ഈച്ചുണ്ടാവും. കണ്ടോ? ഇതിലൊക്കെ ഒരു റാണിയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഈച്ചയുടെ മുട്ട മുഴുവൻ റാണിയല്ലേ ഇടുന്നത്. റാണി നിരന്തരം മുട്ട ഇട്ടുകൊണ്ടിരിക്കും. അത് പിന്നെ എന്നാ വെച്ചാൽ കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് അവർ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു കേട്ടോ. കാലാവസ്ഥേനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവിയാണ് തേനീച്ച. കാലാവസ്ഥ മോശം വന്ന് അന്നേരം സ്റ്റോപ്പ് ചെയ്യും. സെക്കൻഡിൽ അവർ സ്റ്റോപ്പ് ചെയ്യും മുട്ടയിടയിൽ. പിന്നെ ആവശ്യത്തിന് കൂട് നിലനിൽക്കാനുള്ള മുട്ടയിടുള്ളൂ. മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനെ, റെയിനി സീസണൊക്കെ ആകുമ്പോഴത്തേനും ഇവർ മുട്ടയിടയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ കൂട് നിലനിർത്താനുള്ള ഈച്ചനെ മാത്രമായിട്ട് കൺട്രോൾ ചെയ്യും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ തീറ്റ വേണ്ടേ? തീറ്റ കിട്ടൂലല്ലോ. ഈ പെട്ടീനെ നമ്മൾ എന്താ പറയുക? ഇതിന് സൂപ്പർ എന്ന് പറയും. സൂപ്പർ എന്ന് പറയും.
ഇത് ഈച്ചയ്ക്ക് സ്ട്രെങ്ത് 2-3 ഇങ്ങനെ കയറ്റി കൊടുക്കും. സൂപ്പറിലല്ലേ തേൻ ഉണ്ടാവുക? ആ സൂപ്പറിൽ. ബ്രൂഡില് ഒന്നുണ്ടല്ലോ. ബോഡിയും തേൻ എടുക്കാൻ പറ്റില്ല. ബ്രൂഡിൽ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള തേനേ ഉണ്ടാവുള്ളൂ എൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ അടുത്ത അടയുടെ മുകൾ ഭാഗത്ത് കണ്ടില്ലേ നമ്മൾ, വേറെ കുട്ടികൾക്കുള്ള പുതിയ ഈച്ച ഉണ്ടായി വരുമ്പോൾ അവർക്ക് കുടിക്കാൻ. ഇതിന് പുകയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യലുണ്ടോ? പുകയ്ക്കും ചില കൂടുകൾ നമ്മൾ പോയിച്ചിട്ടാണ് എടുക്കുന്നത്. ചില കൂട് ഭയങ്കര അക്രമകാരികളായിരിക്കും, അതിന് പോയേക്കില്ല. ചില സീസണിലൊക്കെ ഇന്നിപ്പോൾ ഒരു നല്ല മഴക്കാറുള്ള സീസൺ ആണെങ്കിൽ ചിലപ്പോൾ പോയിക്കാതെ എടുക്കാൻ കഴിയില്ല. അതിൻ്റെ മുള്ളുണ്ട്. നിരന്തരമാകുമ്പോൾ പിന്നെ കുത്തി കിട്ടിയ ഒരു ഉറുമ്പ് അടിക്കുന്നത് അതിനെ ഉണ്ടാവും. ആദ്യമായിട്ട് കിട്ടുമ്പോൾ നീരൊക്കെ വെച്ച് ഭയങ്കര പ്രശ്നങ്ങളാവും. പിന്നെ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫീൽഡാണ്, വളരെ കെയർഫുള്ളായിട്ട്. നമ്മളിതൊന്നുമല്ല, നമ്മൾ വളരെ റഫായിട്ടാണ് ചെയ്യല്. അവിടെ ചെത്തിയെടുക്കുന്ന സ്പീഡിനനുസരിച്ച് കൈകാര്യം ചെയ്യും. ഇതിൻ്റെ ശല്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ ജന്തുക്കളെ? ഇത് ആപ്പാടെ ശല്യം ചെയ്യുന്നത് മയിലും പരുന്തും ശല്യം ചെയ്യും. മയിൽ ഈ ഭാഗത്ത് വരുന്നുണ്ട്. മയിൽ വരുന്നുണ്ട്, മയിലിപ്പോൾ വന്നിട്ട് ഇത് തട്ടിമറിച്ചിട്ടത് തേൻ കുത്തിയെടുക്കും. പരുന്തും തട്ടിക്കും. പിന്നെ ആന ഉണ്ടെങ്കിൽ ആനയും പന്നിയൊന്നും പട്ടിയെടുത്തേക്ക് എടുക്കൂല. കാരണം ഇതിൻ്റെ ഒരു മൂളലുണ്ടാവും രാത്രി. ഇപ്പം ഇങ്ങനെ മൂളുന്നില്ലേ, അതുകൊണ്ട് അവർക്ക് പേടിയാണ്. മറ്റു മൃഗങ്ങളൊന്നും ഇപ്പം ശല്യം ചെയ്യുന്ന ഈ 2 പക്ഷികളാണ്. ഒരു തട്ടിൽ നിന്ന് 2 കിലോ വെച്ച് തേനൊക്കെ കിട്ടും. നല്ല സ്ട്രെങ്ത് ഉള്ള ഈച്ചയാണ്. ഉണ്ടോ, ഒരു തട്ടുന്ന് 2-3 കിലോ അല്ല 2 കിലോ തേനൊക്കെ കിട്ടും. ഈച്ചയുടെ സ്ട്രെങ്ത് പോലെയാണ് ഇത് തട്ട് കയറ്റി കൊടുക്കുന്നത്. ഈച്ച നല്ല സ്ട്രെങ്ത്തിൽ ഈച്ച ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ തട്ട് വെച്ച് കൊടുക്കും. ജോലിക്കാർ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടോ കുത്തുന്ന കുത്തിപ്പോയി. ഡെയിലി ഒരു ഏകദേശം എത്ര കുത്തിട്ടുണ്ടാവും? രാവിലെ മുതൽ വൈകുന്നേരം വരെ മേടിക്കണം. ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് വളർത്തുക എന്ന് പറഞ്ഞാൽ. മറ്റ് കൃഷി പോലെയല്ല, നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം. തെങ്ങിനൊക്കെ പരാഗണമൊക്കെ നടക്കും. തെങ്ങ്, ജാതി, കൊക്കോ, തേനീച്ച മുഖാന്തരേ. തേനീച്ചയുള്ളൊരു തോട്ടത്തിലുള്ള തേങ്ങ തേനീച്ച ഇല്ലാത്തൊരു തോട്ടത്തിൽ കിട്ടൂല. തേനീച്ച കൃഷിയുള്ള ഒരു തോട്ടത്തിൽ കിട്ടുന്ന ഉൽപ്പാദനം അല്ലാത്ത തോട്ടത്തിൽ കിട്ടൂല. റാണി എക്സ്ക്ലൂഡർ. ഇത് റാണി ബ്രോഡറിയിൽ നിന്ന് റാണി ചേംബറിലേക്ക് റാണി കടക്കാതിരിക്കാൻ വേണ്ടി എടുക്കുന്നൊരു നെറ്റാണ്. ബ്രോഡ് ചേംബറിൽ നിന്ന് റാണി ചേംബറിലേക്ക് റാണി കയറി സീസൺ ആകുമ്പോൾ നമ്മൾ അട കൊടുക്കുമ്പോൾ അന്നേരം അടയ്ക്ക് കയറി വന്നാൽ അവർ ആ അടയിലും കയറി മുട്ടയിടും. അടയിൽ കയറി മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ തേൻ്റെ ഉൽപ്പാദനം കുറയില്ല. അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതെല്ലാത്തിലും വെക്കുന്നുണ്ടാവും. അത് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വെക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എടുത്ത് മാറ്റും. ഓരോ അടയിൽ നിന്ന് തേൻ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആ അടയുടെ ക്യാപ്പിംഗ് ഒഴിവാക്കുകയാണ് ചെയ്യുക. ക്യാപ്പിംഗ് ഒഴിവാക്കിയിട്ട് ആ അടയിനെ നമ്മൾ എക്സ്ട്രാക്ടറിലേക്ക് വെക്കും. പല വലിപ്പത്തിലും തരത്തിലുമുള്ള എക്സ്ട്രാക്ടറുകളും ഉണ്ട്. ഇവിടെ നമ്മൾ 4 അട വെക്കാൻ പറ്റുന്ന ടൈപ്പ് എക്സ്ട്രാക്ടറാണ് യൂസ് ചെയ്യുന്നത്. തേനിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും സീസൺ മാറുമ്പോൾ. ഓരോ എടുക്കലിലും മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഡാർക്ക് ആയിക്കൊണ്ടിരിക്കും. ഈ ടൈപ്പ് എക്സ്ട്രാക്ടറിൽ നമ്മൾ അട വെച്ചതിന് ശേഷം 2 ഭാഗത്തേക്കും കറക്കും. ആദ്യം നമ്മൾ ഒരു ഭാഗത്തേക്ക് കറക്കിയതിന് ശേഷം നമ്മൾ മറ്റേ ഭാഗത്തേക്ക് കറക്കും. അതെന്തിനാ കേൾക്കുന്നത്? അത് അതിനൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ
അതിൻ്റെ അടകളില്ലേ, ആ അടകളൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങിയിരിപ്പുണ്ടാവും. പിന്നെ ഇപ്പം ചൂടുകാലമല്ലേ, അപ്പം അതായത് ഈച്ചയൊക്കെ ഒഴിവായി പോയില്ലേ. ഞാൻ കുറച്ച് നേരത്തേന് അത് അതിൻ്റെ ആ ഒറിജിനാലിറ്റി നിലനിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് ശക്തമാകുമ്പോൾ അങ്ങനെ ഞങ്ങൾ വെള്ളം ഒഴിച്ചോളൂ. പിന്നെ വെള്ളമൊക്കെ അവർ കുടിച്ചോളും. അങ്ങനെ അവർക്ക് കുറച്ച് വെള്ളം വേണം താനും, അന്നേരം ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി. ഇതിപ്പോൾ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ തുറക്കുന്നത്? ഈ പെട്ടി കഴിഞ്ഞ ആഴ്ച എടുത്തു. റാണിയുടെ മുട്ട നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് റാണി മുട്ട പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ അടിയിൽ മുട്ട ഉണ്ടെങ്കിൽ എടുത്ത് കളയും. പിരിയാണ്ടൊക്കെ വേണ്ടിയിട്ടാ? ഈച്ച പിരിഞ്ഞു പോകും. റാണി മുട്ട ഉണ്ടെങ്കിലോ? മുട്ട അടിച്ചിട്ട് ഒരു വേറെ കൂടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, സ്മെല്ലുണ്ടെങ്കിലേ പിന്നെ കുത്തിക്കൊണ്ടിരിക്കും. എന്ത് സ്മെല്ലാണ് ഉദ്ദേശിച്ചത്? അത് കുത്തിക്കഴിഞ്ഞാൽ സ്മെല്ല് വരും. ശരി, അവരുടെ ഒരു ഈച്ച കുത്തിക്കഴിഞ്ഞാലേ അവരുടെ ആ ശരീരത്തിൽ നിന്ന് അത് ഒരു സ്മെല്ല്, ആ മുള്ളിനൊരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ മറ്റ് ഈച്ചകൾ ശത്രുവാണെന്ന് അവർക്ക് മനസ്സിലാവും, ബോധ്യം വരും. ഒരു ഈച്ച ആക്രമിച്ച് കഴിയുമ്പോൾ മറ്റ് ഈച്ചകൾ തുടരെ ആക്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ മറിഞ്ഞു വരും തേനെ. സൂപ്പർ അല്ലേ? ഈ രണ്ട് തട്ടിലും ഇപ്പോൾ ഇതേപോലെ തേനായിരിക്കും. കുറച്ചെന്തെങ്കിലും ചത്തു കണ്ടോ? അത് തേനുണ്ടോ? ഈ അടകളൊക്കെ ഉണ്ടോ നിറഞ്ഞിരിക്കുന്നുണ്ടോ? എക്സ്ട്രാ അവർ ഗ്യാപ്പ് വന്നാൽ അവർ വേറെ ഉണ്ടാക്കും. അവർ സ്വന്തം ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നിറഞ്ഞ ആളാന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, നിറഞ്ഞ് ഇതിലും ഫുള്ളായിട്ട് വരും. കാണിച്ചു തരാം നിങ്ങൾക്ക്. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പെട്ടിയേ, ഇപ്പോൾ ഏത് പെട്ടിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉള്ളത് ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും. അടിയിലുണ്ട് സീൽ ചെയ്ത അട. കണ്ടോ, ഇത് സീൽ ചെയ്ത അടയാണ്, അടച്ച് വെച്ചേക്കുന്ന കേട്ടോ. ഇത് അവർ സ്റ്റോക്ക് ചെയ്യുന്ന, അവർ ചിറകിട്ട് അടിച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് അവർ സ്റ്റോക്ക് ചെയ്ത് വെക്കും. വെള്ളം കളയുന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ജലാംശം ഉണ്ടാവും തേനിൽ, അന്തരീക്ഷത്തിൽ നിന്ന് വരുമ്പോഴേ. അന്നേരം അത് അതേപോലെ തന്നെ അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തേൻ കേട് വരും, പൊളിച്ചു പോകും. അന്നേരം അത് അവർക്കൊരു കൊല്ലം കുടിക്കാൻ വേണ്ടി അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ ചിറകിട്ടിട്ട് അടിച്ചിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കളഞ്ഞിട്ട് വെള്ളം ജലാംശം കളയും. എന്നിട്ടാണ് അവർ സീൽ ചെയ്യുന്നത്. ജലാംശം എത്ര ശതമാനം അങ്ങനെയൊന്നുണ്ടോ? ജലാംശം നമ്മൾ കൊടുക്കുമ്പോൾ നിയമങ്ങളുണ്ട്. അത് തേനീച്ചയ്ക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്യുന്നത്. നമുക്ക് ആണെങ്കിലോ ഞങ്ങൾ 20 താഴെ ആക്കണം. 20 താഴെ. അങ്ങനെയാണെങ്കിൽ എത്ര കാലം കിട്ടുന്നുണ്ടാവും തേന്? തേൻ കേടുവരില്ലല്ലോ. കേടുവരില്ല. ഇത് ഫുള്ളിങ്ങനെ അടച്ചു വെക്കും. കണ്ടോ? ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച തേനീച്ച കർഷകനാണ്. ഈ 2024-25 വർഷം കൃഷി വകുപ്പില്ല. ജോലിക്ക് ആളെ കിട്ടൂല, പെട്ടി പൊളിക്കാൻ അതിന് കിട്ടും. ഈ ജോലിക്ക് ഫസ്റ്റ് ധൈര്യമുള്ളവരൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. ഇതൊരു നേക്കാം. നല്ല കൈകാര്യം ചെയ്യണം അല്ലേ? അവർക്ക് വേദനിക്കരുത്. അടച്ചു വെച്ചാണ് ഇനി വരുന്നേ ഉള്ളൂ, മറിഞ്ഞു വരുമത്.
ഇതൊന്ന് അറിയുമ്പോൾ ഒന്ന് കയറ്റി കൊടുക്കുക. അങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് മുകളിൽ കയറ്റി കൊടുക്കും. ഇതിൽ ആദ്യം ഫൗണ്ടേഷൻ പറഞ്ഞിട്ട് ഒരു ഫുള്ള് വെച്ച് അടിയിൽ നിന്ന് ഒരു അട എടുത്തിട്ട് മുറിച്ചിട്ട് കയറ്റി കൊടുക്കും. അത് കാണാം, അല്ലെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെ ഫൗണ്ടേഷൻ കൊടുക്കുന്നതൊക്കെ ഫുള്ള് ലെയറായിട്ട് കൊടുക്കണ്ടാവില്ല അല്ലേ? അടിയിലിങ്ങനെ ഒരു കഷ്ണമായിട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. ഒരട എടുക്കും അടിയിൽ. അടാന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇതന്നെയല്ലേ? അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് എടുക്കും. മുട്ടയിടുന്ന സ്ഥലമില്ലേ, പറഞ്ഞ് എടുക്കും. എന്നിട്ട് അതിൻ്റെ മുട്ടയൊക്കെ ചെത്തി കളഞ്ഞിട്ട് വെച്ച് കൊടുക്കും. അത് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കഷ്ണം വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കുമ്പോൾ തല തിരിച്ചൊക്കെ ഉണ്ടാക്കാമല്ലോ. ഉണ്ടോ അത് ഉണ്ടാക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കൊണ്ടുണ്ടാക്കിയതാണ്. ഇങ്ങനെ മാരി എടുക്കാം. ഇതിൽ നിന്ന് ഒരു അട എടുത്തിട്ട് മുറിച്ചിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഈ ഈച്ചനെ ഒഴിവാക്കിയിട്ട് മുറിച്ചെടുക്കും. പഞ്ചായിട്ട് മുറിക്കും. മുട്ടയില്ലാത്തത് മുറിക്കുക. മുട്ട മോശമുള്ള മടിയനീച്ചയുടെ മുട്ടയുള്ളതൊക്കെ ഇതൊക്കെ മടിയനീച്ചയുടെ മുട്ടയാണ്. ഈ കാണുന്നത് മടിയനീച്ച ഇത് കണ്ടോ, ഈ പൊങ്ങിയിരിക്കുന്നുണ്ടല്ലേ? കണ്ടോ, ഇങ്ങനെയുള്ള കൂടുതലുള്ള പെട്ടികളുണ്ടാവും, അടകളുണ്ടാവും. അതാണ് നമ്മൾ മുറിച്ച് കയറ്റി കൊടുക്കുന്നത്. ഉണ്ടോ, പൊങ്ങിയിരിക്കുന്നുണ്ടോ? ആണീച്ചൻ്റെ മുട്ട പൊങ്ങിയിട്ടുണ്ടാവുക. വേറെ പെട്ടി കാണിച്ചത് കുറേ ഇതുണ്ട്. അത് കണ്ടോ, പൊങ്ങിയിരിക്കുന്നുണ്ടോ? ആണീച്ചൻ്റെ മുട്ട. മറ്റത് ഒരേ ലെവലിലിരിക്കും. മറ്റേ റാണീച്ചൻ്റെ മുട്ടയാണെങ്കിലോ? റാണീച്ചയുടെ മുട്ട അടിയിലേക്കാണ് വരുന്നത്, തൂങ്ങി കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. അപ്പോൾ വന്നാൽ എടുത്ത് കളയും നമ്മൾ, അല്ലെങ്കിൽ കൂട് പിരിഞ്ഞു. 5 ദിവസം കൂടുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കണം ഓരോ പെട്ടിയെ. ഓരോ പെട്ടിയും റൂട്ട് ചേമ്പർ എത്ര നിറഞ്ഞാലും നമ്മൾ ഇളക്കില്ല. ഏതാ റൂട്ട് ചേമ്പർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എടുക്കും, അടയെടുക്കും. അല്ല, തേനെടുക്കുമോ? തേന് ഇല്ല ഇല്ല തേൻ എടുക്കണ്ടാവില്ല അല്ലേ? ഈ മുകളിൽ കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ മുട്ടയാ. മുകളിൽ ഈ കൈ വെച്ചില്ലേ, ഈ ഭാഗം മാത്രമേ തേനുള്ളൂ. ബാക്കി അത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയുള്ള, അത് നമ്മൾ എടുക്കൂല, ഒരിക്കലും എടുക്കൂല. ഇപ്പൊ റാണിയുടെ സെല്ല് നോക്കിയതാണ് നമ്മൾ കേട്ടോ. സെല്ല് നോക്കുന്ന പ്രോസസ് അപ്പോൾ ഈ ചെയ്യുന്നത് കുളിച്ചിട്ട്. ഇപ്പൊ സെല്ലില്ലാത്തത് കൊണ്ടാണ്. സെല്ലുണ്ടെങ്കിൽ ഈ 6 ഫ്രെയിമും നമ്മൾ നോക്കണം. സെല്ലുള്ള പെട്ടിയില്ലേ, അപ്പോൾ ഞാൻ 3 ഫ്രെയിം നോക്കി, അതിലില്ല. ഉണ്ടെങ്കിൽ 3 കൂടെ നോക്കണം, 6 നോക്കണം. സംഭവം മനസ്സിലായോ? ഇല്ല. ഒരു ഫ്രെയിമേൽ വരുമ്പോൾ മുട്ട ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഫ്രെയിമുകളിലൊക്കെ മുട്ട ഉണ്ടാവും. സെല്ലടിക്കുന്ന പെട്ടികളാണെങ്കിൽ അന്നേരം നമ്മൾ 6 നോക്കും. 6 ഇതേപോലെ പൊളിച്ച് നോക്കണം. അങ്ങനെ എല്ലാ പെട്ടിയും നോക്കണം 5 ദിവസം കൊടുക്കും. വളർച്ചാ കാലഘട്ടത്തിൽ സെല്ലടിക്കും. ഇതിന് സബ്സിഡി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഗവൺമെൻറ് തലത്തിൽ സപ്പോർട്ടുണ്ട്. എന്തൊക്കെയാണ് അത് പേര്? ജനിച്ച വളർത്തലിന് ഗവൺമെൻറ് തലത്തിൽ പെട്ടിക്ക് ഈച്ചയ്ക്കും ഒക്കെ സബ്സിഡി കിട്ടും. പെട്ടിക്ക് ഈച്ചയ്ക്ക് സബ്സിഡി ഉണ്ടാവും. ഹോർട്ടിഫോർപ്പ് മുഖാന്തരം കിട്ടും, കൃഷിഭവൻ മുഖാന്തരം കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് മെഷീന്, അനുബന്ധ ഘടകങ്ങൾക്കും പാക്ക് ഹൗസ് ഒക്കെ സബ്സിഡി ഉണ്ട്. സബ്സിഡി ഉണ്ട് അല്ലേ? അത് എങ്ങനെയാണ്? ഈച്ചയാണെങ്കിൽ ആദ്യം അതിൻ്റെ കോഴ്സുണ്ട്. കോഴ്സ് കൂടി കഴിഞ്ഞാൽ 50% സബ്സിഡിയിൽ പെട്ടി ഈച്ചേനും കിട്ടും. ഈച്ച ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാരോട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തരും. 50% സബ്സിഡി. ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പൈസ തരും. ഹോർട്ടികോർപ്പ് ഏജൻസി, ഹോർട്ടികോർപ്പാണ് തേനീച്ച വളർത്തലിൽ ട്രെയിനിങ് കൊടുക്കുന്നതും ഈച്ചനെയൊക്കെ സപ്ലൈ ചെയ്യുന്നു. അന്ന് ഞങ്ങൾ ഹോർട്ടികോർപ്പിൻ്റെ അപ്രൂവൽ ബ്രീഡാണ്. അതായത് ഈച്ചനെ സപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള ഏജൻസിയാണ് ഞങ്ങൾ. അത് ഓരോ ജില്ലയിൽ 2-3 പേരുണ്ടാവും. കോഴിക്കോട് ജില്ലയിലെ അപ്രൂവൽ ഏജൻസിയാണ് ഞാൻ. അപ്പം എത്ര രൂപയാണ് സബ്സിഡി ഉള്ള ഒരു പെട്ടിനുണ്ടാവുക? ഒരു പെട്ടിക്ക് പെട്ടി ഈച്ചയും അനുബന്ധ ഘടകങ്ങളും എല്ലാം കൂടെ 1500 രൂപ ഉണ്ടെങ്കിൽ 750 രൂപ ഒരു സബ്സിഡി വരും. ചിലപ്പോൾ കൃഷിഭവനായിരിക്കും. പെട്ടിക്ക് 1500 രൂപ ഉണ്ടാവുള്ളൂ. 1500 രൂപ ഉണ്ടാവും ഒരു പെട്ടി പറയുമ്പോൾ. ഇതും ചില അവർ തരുന്ന ഇതും ഉണ്ടാവും. അതും ഒരു സൂപ്പർ ഉണ്ടാവില്ല. ഒരു സൂപ്പറും ഒരു ബോക്സ് ചേമ്പറും. ഈച്ചനെ ഞങ്ങൾ കൊടുക്കും, ഞങ്ങളോട് വാങ്ങും. ഈച്ച വേറെയാ ചാർജ്? ഈച്ച അടക്കം തരുമോ? ഈച്ച അടക്കാണ് തരാം.
ഈച്ചെന്ന് പറഞ്ഞാൽ ഇത്ര ഇങ്ങനെ ഉണ്ടാവില്ല, 3 ഫ്രെയിമേൽ അടിയിൽ 3 ഫ്രെയിമേൽ ഈച്ചയും റാണിയും കൂടി തരും. തേനുകൊണ്ട് എന്തൊക്കെയാ നമുക്ക് ഹെൽത്തിന് ബെനിഫിറ്റ് ഉണ്ടാവുക? എന്ന് പറഞ്ഞത് തേന് തന്നെ കഴിച്ച് മനുഷ്യന് ജീവിക്കാം, ഒരു സാധനം കഴിക്കാം, ഒന്നും കഴിക്കണ്ടോ? അത്രയും ആരോഗ്യമോ അത്രയും കലോറി ഊർജ്ജവും ഒക്കെ കിട്ടുന്ന സാധനമാണ് തേൻ. ദിവ്യ ഔഷധം, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ദിവ്യ ഔഷധങ്ങളിലൊന്നാണ് തേൻ. അത്രയും ഹെൽത്തിയ സാധനം, ഒറിജിനലായിരിക്കാം. കണ്ടോ ഈ പെട്ടി സ്ട്രെങ്ത് ഉണ്ടോ? അടകൾ കൂട്ടി മുട്ടിയാതെ ഇരുന്നാൽ മതി. കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അവർ ഒട്ടിച്ച് അവിടെ ബുദ്ധിമുട്ടാക്കും. അവർക്ക് വീർക്കാനുള്ള ഒരു ചിലർക്ക് 4 ഇടും, ചിലർ 5 ഇടും. 4 ഇട്ടാലും അവർ 4 ഗ്യാപ്പിൽ അത് വീർപ്പിച്ചുണ്ടാക്കും. പിന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നേ ഉള്ളൂ, നല്ല വെയിറ്റ് ഉണ്ടാവുമേ. ഒരടയിൽ എത്ര കിട്ടുന്ന പറഞ്ഞ ഒരു ഫ്രെയിമിൽ നിന്ന് അങ്ങനത്തെ കണക്കൊന്നുമില്ല. ഒരു സൂപ്പറിൽ ഒരു വണ്ടിയിലൊക്കെ നല്ല അടയാണെങ്കിൽ എല്ലാം ഒരേപോലെ ആയിരിക്കില്ല. അവരെ കൺസ്ട്രക്ഷനെ നമ്മുടെ ഇതിലോട്ടുള്ള മടിയന്മാരും മടിയില്ലാത്ത ആൾക്കാരും ഉണ്ടല്ലോ. ഒരു സമയം എടുക്കുമ്പോൾ 2 കിലോളം കിട്ടും. ഒരു സൂപ്പറിൽ നിന്ന് തന്നെ 2 കിലോളം കിട്ടും. നല്ല കുട്ടിയാണെങ്കിൽ 3, 3.5, 4 കിലോ ഒക്കെ കിട്ടും. അതെയോ? ആവറേജ് കിട്ടുമ്പോൾ 2 കിലോ 3 കിലോ തേൻ കിട്ടും. സീസൺ നീണ്ട് കിട്ടിയാൽ ഗുണകരമാണ്. ഒരു ആവറേജ് ഒരു പെട്ടിയിൽ നിന്ന് 10 കിലോ ഒക്കെ തേൻ കിട്ടിയില്ലെങ്കിൽ സീസൺ മോശമാണെന്ന് വിചാരിക്കും. എല്ലാ വർഷങ്ങളൊന്നും കിട്ടൂല, കാലാവസ്ഥേനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. മഴയൊക്കെ പെയ്താൽ പോവും. പിന്നെ ആ പെട്ടിയുടെ അടിയിലൊക്കെ ഇരിക്കുന്നില്ല, ആകെ ചെറിയ ബോക്സുകളാണ്, വലിയ ബോക്സിൻ്റെ അതിൻ്റെ അടിയിലിരിക്കുന്ന ഇതിലെ പ്രശ്നമല്ലേ. ഇവിടെ ആയിരിക്കും എൻ്റെ എൻട്രൻസ്. അവിടെ കണ്ടോ ഒരു നൂല് പോലെ തുണി കിടക്കുന്നു. കിലോ 2500? സാധാ തേനാകുമ്പോഴോ? സാധാ തേൻ ഹോൾസെയിൽ വില 300 രൂപ. 300 രൂപ ഹോൾസെയിൽ. ഇത് പിന്നെ 10 കിലോ കിട്ടുമ്പോൾ മറ്റൊരു 200-250 ഗ്രാമേ കിട്ടും ഒരു പെട്ടിയിൽ. അതെയോ? പക്ഷെ അത് അത്രയും ഔഷധ ഗുണമുള്ള സാധനം, അത്രയും ഔഷധ ഗുണമുള്ള, അതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് റാണി നഷ്ടപ്പെട്ട ഒരു കൂടാണ്. നമ്മളിങ്ങനെ എടുത്ത് കുടയുമ്പോൾ റാണി പുറത്ത് പോയാൽ തപ്പൂ, അങ്ങനെ പോയൊരു കൂടാണിത്. അത് പുതിയ റാണി ആയോന്ന് അറിയത്തില്ല. പുതിയ റാണി ഇല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാവാം? ഇല്ലെങ്കിൽ അത് മുട്ടകളുണ്ടാവില്ല, ചെറുമുട്ടകൾ. ഈ ഇടയിൽ ചെറുമുട്ടകളുണ്ടാവും, അതുണ്ടാവില്ല. നോക്കണേ റാണി ഇല്ലാത്തതുകൊണ്ട് ശ്രമിക്കും. റാണി ഇല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും, അവരെ പറ്റിയിട്ടൊക്കെ. ഈ ചേന നമ്മൾ മാറ്റാം. എന്തിനാ ചെയ്യുന്നത്? ഈ അടയുടെ പൊസിഷനിലേക്ക് വേറൊരു പെട്ടിയിൽ നിന്ന് അട ഇട്ട് കൊടുക്കുക. റാണി നഷ്ടപ്പെട്ട റാണിയെ ആക്കാൻ വേണ്ടി പുഴുവുള്ള അടകൾ ഇട്ട് കൊടുക്കുക. ഈ റാണി സെല്ല് എത്ര പ്രാവശ്യം ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? ഇല്ല, പിരിയുന്ന കാലത്ത് ഇടുക ചെയ്യാം. അതെ, സീസണോടനുബന്ധിച്ച് എണ്ണം കൂടി വരും. തീറ്റ കിട്ടാൻ തുടങ്ങുമ്പോഴേ ഈച്ച എണ്ണം കൂടും. അന്നേരം അവർ പിരിഞ്ഞിട്ട് വേറെ കൂടായിട്ട് മാറും. പിരിഞ്ഞു പോയാൽ പിന്നെ ആ കൂട്ടിലുണ്ടാവില്ല. പകുതി ഈച്ച എവിടെ ഉണ്ടാവും? പകുതി ഈച്ച അവിടെ ഉണ്ടാവും. റാണി ഉണ്ടാവില്ല. ഓക്കെ. റാണി ഇല്ലെങ്കിൽ പിന്നെ അവർ നിർജ്ജീവമാകും. പിന്നെ പുതിയ റാണി വന്നിട്ടേ പണി കൊടുക്കുള്ളൂ. ഇതവിടെ മടിയൻ ഈച്ച ഉണ്ടോ? അടുത്ത ഈച്ച ആണീച്ചല്ലേ അത്? ആണീച്ച. അതിനെ കൊന്നു കളയും. ആണീച്ചനെ കൊന്നു കളയുക? നമുക്ക് കൊന്നു കളയാൻ കിട്ടുന്നതിന്. എന്തിനാ? അത് ഒരു ഓവറായാലും അവർ തേൻ കുടിക്കുകയുള്ളൂ. തേൻ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിലെ ഒരാളെ എടുത്തിട്ട് അതിലിടും. അതിൽ പുഴുക്കുണ്ടാവും. ആ പുഴുവിനെ പിടിച്ചിട്ട് അവർ റാണിയാക്കി മാറ്റും. റോയൽ ജെല്ലി എന്ന് പറയുന്ന സാധനം കാണണമെങ്കിൽ റാണിയുടെ മുട്ട കാണണം. ഇപ്പോൾ അതിൻ്റെ സീസൺ ഓഫ് സീസണായി. കഴിഞ്ഞ ഒരു 10-20 ദിവസം മുമ്പ് വന്നെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഇവിടെ തേൻ പ്രോസസ്സ് ചെയ്യുന്നതാണെങ്കിൽ തേൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിലൊഴിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് വന്നാൽ അത് കാണാം. ഓരോ സീസൺ വർക്കാത് തുളയ്ക്കകത്ത് കിടക്കുന്നുണ്ടോ ഒരു നൂല് പോലെ, അതാണ് മുട്ട. ഇവിടെയൊക്കെ ഉണ്ടോ ഈ തുളയിലൊക്കെ ഉണ്ടോ? അതിങ്ങനെ വല്ല പുഴുവായി മാറും. നൂൽമുട്ട അതാണ് റാണി ഇടുന്നത്. അത് എന്നിട്ട് വലുതായിട്ട് പെണ്ണീച്ചയാവും. പെണ്ണീച്ചയാവും. സാധാരണ ഈച്ച വിരിയണമെങ്കിൽ 21 ദിവസം വേണം. സമയം റോയൽ ജെല്ലി കൊടുക്കുന്ന ഈച്ച 11 ദിവസം കൊണ്ട് വിരിയും. അതേ പുഴു
അതേ പോയി. ആ തീറ്റയുടെ പ്രത്യേകത. അതിൽ നിന്നുണ്ടാകുന്ന റാണിക്ക് 3.5 വർഷം ആയുസാണ്. സാധാരണ ഈച്ചയ്ക്ക് 60 ദിവസം ആയുസ്. ഒരേ പുഴുവാണ്. അതുപോലെ ഒരിക്കലും ഇണ ചേർന്ന് കഴിഞ്ഞാൽ 3.5 വർഷം കണ്ടിന്യൂസ് മുട്ടയിടാനുള്ള പവറുണ്ടാവും. ഇതിലിപ്പോൾ മുട്ടയില്ലെങ്കിൽ ആ ഒരു മുട്ട ഇതെല്ലാം ഇട്ടോളും. റാണി കയറി ഇതേ മുട്ടയിടും. ഈ മുട്ടയുള്ള ഇട അതിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിൽ റാണി ഇല്ലെങ്കിൽ അതിൽ മുട്ടേനെ എടുത്ത് അത് സ്പെഷ്യൽ തീറ്റ കൊടുത്ത് റാണിയാക്കി കൺവേർട്ട് ചെയ്യും. ഈ മുട്ട എടുത്തിട്ട് ഈ അടിഭാഗത്തോടെ കൊണ്ടു വെക്കും. ഇതിൽ നിന്നൊരു മുട്ട എടുത്തിട്ട് എന്നിട്ട് അതിന് സ്പെഷ്യൽ ഫീഡ് കൊടുക്കും അവർ. അങ്ങനെ ടെക്നോളജി കുറേ ഉണ്ട്. അത് ഫില്ല് ക്യാപ്പ് ചെയ്യാൻ ഇല്ല ക്യാപ്പ് എന്നിട്ട് അവർ ക്യാപ്പ് ചെയ്യും. അതിന് ജീവിക്കാനുള്ള റോയൽ ജെല്ലി അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരത് ക്യാപ്പ് ചെയ്യും. അത് പ്രൊട്ടക്റ്റ് ചെയ്യും അവർ. പിന്നെ അത് ഉള്ള സമയത്ത് നമ്മൾ പോയി പെട്ടി തുറന്നാൽ നല്ല കുട്ടി കിട്ടും. നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി വന്നതെന്ന് വിചാരിച്ചിട്ട്. ഫുള്ള് സീൽ ചെയ്യണ്ട. ഫുൾ സീൽ ചെയ്ത സീല ചെത്തിയിട്ടെടുക്കണ്ടേ. എന്താ ഫുള്ള് പോലും ഗ്യാപ്പില്ല. ഫുള്ള് അവരടച്ചു വെച്ചേക്കുക. കണ്ടോ ഇതിൽ എവിടെ ഒരു തുള ബാക്കി ഉണ്ടാവില്ല. വീട്ടിൽ നമുക്ക് പ്രോസസ്സിങ് പ്ലാൻ ഉണ്ട്. അതൊന്ന് നമുക്ക് പോയി കാണാം. നമ്മൾ എടുക്കുന്ന തേനിൽ കറ, മെഴുക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ ഈ ടാങ്കിൽ നമ്മൾ ആ തേനിനെ സൂക്ഷിച്ച് വെക്കും കുറച്ച് കാലത്തേക്ക്. ആ കുറച്ച് കാലം അങ്ങനെ വെച്ചിരുന്നിട്ട് നമ്മൾ തേനിനെ അടിയിൽ കൂടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതിൽ ആദ്യം കാണുന്നതാണ് നമ്മളുടെ പ്രൈമറി ടാങ്ക്. ഇതിലേക്കാണ് നമ്മൾ ഈ എക്സ്ട്രാക്ട് ചെയ്ത തേന് ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ മോട്ടർ ഉപയോഗിച്ചിട്ട് സ്റ്റിർ ചെയ്ത് ചൂടാക്കുന്നുണ്ട് 45 ഡിഗ്രിയിലേക്ക്. അതിനെ നമ്മൾ മോട്ടർ ഉപയോഗിച്ച് ഫിൽറ്റർ കൂടെ സെക്കൻഡറി ടാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് നമ്മളുടെ സെക്കൻഡറി ടാങ്ക്. അങ്ങനെ ഫിൽറ്റർ ചെയ്ത തേനിനെ നമ്മൾ ഡോസിങ് പമ്പ് ഉപയോഗിച്ചിട്ട് വലിയ ടാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ വലിയ ടാങ്കിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശം വലിച്ചെടുക്കപ്പെടുകയാണ് ചെയ്യുക. അങ്ങനെ ഏറ്റവും അവസാനം സ്റ്റോറേജ് ടാങ്കിലേക്ക് തേൻ എത്തും. സ്റ്റോറേജ് ടാങ്കിലേക്ക് തേൻ എത്തിക്കുന്നതിന് മുന്നേ നമ്മൾ വാക്യൂം പമ്പ് ഉപയോഗിച്ചിട്ട് സ്റ്റോറേജ് ടാങ്ക് ക്ലീൻ ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബീം ഹണി ഫാമിൻ്റെ ലൊക്കേഷനിലാണ്. ഇവിടെയാണ് നമ്മളുടെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. ഇവിടെ നമുക്കൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അവരുടെ അനുഭവം ഷെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ചോ. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ ഞാൻ തേൻ്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ യൂട്യൂബിൽ ചാനലിൽ 24 ചാനലിൽ കണ്ടിരുന്നു. അതറിഞ്ഞിട്ടാണ് ഞാൻ ഇവരെ പറ്റി, ചേട്ടനെ പറ്റിയും ചേച്ചീനെ പറ്റിയൊക്കെ അറിഞ്ഞത്. അവർ കോവിഡ് കാലത്ത് ഇതിലേക്ക് തേനീച്ച കൃഷിയിലേക്ക് ഇറങ്ങിയ 2 വ്യക്തികളാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തേന് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി ആയിരിക്കും കരുതിയാണ് വന്നത്. അപ്പോൾ എൻ്റെ ആ വരവ് പൂർണ്ണമായിട്ടും അർത്ഥവത്തായി, തെറ്റിയിട്ടില്ല. അതായത് തേനിൻ്റെ സ്വന്തമായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടി കൊണ്ടാണ് വന്നതെങ്കിലും ഞാനൊരു ഷോപ്പ് നടത്തുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഇവരെ ഈ പ്ലാന്റും മെഡിക്കൽ ഷോപ്പ്, അതെ. അപ്പോൾ ആ പ്ലാന്റ് കണ്ടതോടുകൂടി അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇതിനെപ്പറ്റിയൊരു മതിപ്പ് വന്നു. അപ്പോൾ ഞാനത് അന്നൊരു 10-15ഓളം ബോട്ടിൽ സെയിലിന് വേണ്ടി കൊണ്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചു. ഞാനതിപ്പോൾ ഷോപ്പിൽ വിൽപ്പന ചെയ്യുന്നുണ്ട്. ശരിയായിട്ട് ചെയ്യുന്നുണ്ട്. ആൾക്കാർ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ വാങ്ങിയ ആൾക്കാരെൻ്റെ രണ്ടാമതും വാങ്ങുന്നുണ്ട്. ഹാഫ് ലിറ്ററാണ് ഞാൻ കൊണ്ടുവച്ചിരുന്നത്. ഇപ്പോൾ അത് 1 ലിറ്ററിന് വേണ്ടി കൊണ്ട് അവർ എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2-2.5 മാസത്തിന് ശേഷം ഞാനിപ്പോൾ നേരിട്ട് രണ്ടാമതും സാധനത്തിൽ വന്നത്. പക്ഷേ ചേട്ടൻ എനിക്ക് അവിടെ സാധനത്തിൽ തീരുന്നതനുസരിച്ച് എനിക്ക് ബസ്സിൽ അയച്ച് തരാറുണ്ടായിരുന്നു. ഇപ്പം പിന്നെ തേൻ്റെ സീസണാണ്. അതായത് ഫെബ്രുവരി മുതൽക്ക് തേൻ്റെ ഇത് തുടങ്ങുകയാണല്ലോ. അപ്പോൾ അത് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും ഞങ്ങളും അതിന് തന്നെയാണ്. അതെ. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് അന്ന് ഒരു പെട്ടി തേനീച്ചടക്കം ഞാൻ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള അനുഭവങ്ങളും ചേട്ടൻ്റെ അനുഭവങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനോ, ചേട്ടനെ കണ്ടിട്ട് ഈ തേനെടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ട് വന്നതാണ്. ചേട്ടന് സൈറ്റിലുള്ളതെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് സാധനം പിക്ക് ചെയ്തിട്ട് ചേട്ടൻ വന്നിട്ട് വന്നു എന്ന് പറഞ്ഞു.
എൻക്വയറീസിനും ഫാം വിസിറ്റിനും ട്രെയിനിങ് പ്രോഗ്രാംസിനും ഒക്കെ ആയിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്